നമ്മൾ പൊള്ളാച്ചിയിലേക്ക് തന്നെ പോവുകയാണ്. ഷാരിഖ് നവാസ് അവിടെയുണ്ട്. അവിടെ നമ്മൾ നേരത്തെ കണ്ടു. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളടക്കം അവിടെ എത്തുന്നുണ്ട്. കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും അവസാനം ജലീലിന് മുന്നിൽ, കെ ടി ജലീലിന് മുന്നിൽ പൊട്ടിക്കരയുന്ന ഒരാളെ നമ്മൾ കണ്ടു. അയാൾ മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അത്തരത്തിൽ കണ്ണീരണിഞ്ഞുകൊണ്ട് ആണ് അവിടെ ഇരിക്കുന്നത്. ഈ രാത്രി 12 മണിയാകാൻ പോകുന്നു. അപ്പോഴും ആശുപത്രിയിലേക്കും പാങ്ങിലേക്കും നാട്ടുകാരും എല്ലാം എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. വിവരങ്ങളുമായി ഷാരിഖ് നവാസ് ഉണ്ട്. ഷാരിഖ്, ഈ എത്ര മണിയോടുകൂടി ഉദ്ദേശം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും? കേരളത്തിൽ ഈ പാങ്ങിൽ എത്ര മണിയോടുകൂടി മൃതദേഹം എത്തിച്ചേരുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്? അനൂപ്, അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി അതായത് 5 ടേബിളുകളിൽ 5 ഡോക്ടർമാരാണ് ഒരേ സമയം പോസ്റ്റ്മോർട്ടം നടത്തുക. അപ്പോൾ ബാക്കി 5 ആദ്യ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അടുത്ത മൃതദേഹങ്ങൾ 5 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് എത്തിക്കും. അതിനുശേഷം 10 പേരുടെയും ഒരുമിച്ചായിരിക്കും മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുക. അതിനായി ആംബുലൻസ് ഉൾപ്പെടെ തമിഴ്നാട് സർക്കാരിൻ്റെ ആംബുലൻസ് ഉൾപ്പെടെ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഡോക്ടർമാർ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഇവരുടെ കോയമ്പത്തൂരിലെ ജില്ലാ കളക്ടറുടെ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ കാരണം ഈ ഡോക്ടർമാർ ഇവിടെ 5 ഡോക്ടർമാർ അധികമായി 5 ഡോക്ടർമാർ ഈ ഡ്യൂട്ടി ഈ സമയത്തിൽ ഇല്ലാത്തതാണ്. അവർ 5 ഡോക്ടർമാർ അധികമായി ഇവിടെ എത്തിച്ചേർന്നു. അത്തരത്തിൽ വളരെ വേഗതയിലാണ് ഇത്തരം നടപടികളൊക്കെ പൂർത്തീകരിച്ചത്. ഇപ്പോൾ ചിറ്റൂർ DYSPയും അതുപോലെ തന്നെ കേരളത്തിലെ പാലക്കാട്ടെ പോലീസ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി, KT ജലീൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എത്തിച്ചേരുന്നു. നേരത്തെ പൊള്ളാച്ചി MLA K ജയരാമൻ ഉൾപ്പെടെയുള്ള ആളുകളും, അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും തമിഴ്നാട് സർക്കാരിൻ്റെ ഇടപെടൽ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അവർ രക്ഷാപ്രവർത്തനത്തിലായാലും തുടർന്ന നടപടികൾ ഈ 10 മൃതദേഹം പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ച് അവരുടെ സ്വന്തം നാട്ടിലേക്ക്, അവരുടെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി ഏകോപിപ്പിക്കുന്നതിന് വലിയ ഒരു സഹകരണം, അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ഒരു വലിയ സഹകരണങ്ങളൊക്കെ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോയമ്പത്തൂർ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആശുപത്രി സ്റ്റാഫ് അതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. അനൂപ്, ഇപ്പോൾ തന്നെ എന്തായാലും ഏകദേശം ഒരു 4 മണിയോടുകൂടിയൊക്കെ തന്നെ ഇവിടെ നിന്ന് ഈ 10 മൃതദേഹങ്ങൾ പുറപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഏകദേശം ഇവിടുന്ന് മലപ്പുറത്തേക്കുള്ള പാലക്കാട് 1 മണിക്കൂറും അതിനുശേഷം ഒരു 1.25 മണിക്കൂർ അധികവും 2.5 മണിക്കൂർ അധിക സമയം ഒരു ഏകദേശം 7 മണിയോടുകൂടിയൊക്കെ തന്നെ പെരിന്തൽമണ്ണ പാങ്ങിൽ അവരുടെ സ്വന്തം നാട്ടിൽ മരിച്ചവരുടെ 10 മൃതദേഹങ്ങളും എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ചികിത്സയിലുണ്ടായിരുന്ന കുട്ടിയെ ഇപ്പോൾ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു 2 പേരുടെ അപകട നില തരണം ചെയ്തു എന്നാണ് KT ജലീൽ നമ്മളോട് അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാൾ ഡ്രൈവറാണ്, സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറായിരുന്നു, നൗഷാദ് എന്ന് പറയുന്ന ഉൾപ്പെടെയുള്ള ആളുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിൽ 2 പേർ തുടരുന്നുണ്ട്. അത്തരത്തിൽ 3 പേരാണ് ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. അതിൽ ആ കുട്ടിയാണ് അപകട നില തരണം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ആ കുട്ടി തുറന്നു ഈ മന്ത്രി K കൃഷ്ണൻകുട്ടിയോടും മറ്റു ആളുകളോടൊക്കെ സംസാരിച്ചു. ആ കുട്ടിയുടെ ബന്ധുക്കൾ അവിടെ എത്തിച്ചേർന്നിരുന്നു, അവരോടും സംസാരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു കുട്ടി ഉൾപ്പെടെ 10 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. വലിയ സന്തോഷത്തിൽ, വലിയ ആഹ്ലാദത്തിൽ, മാനസിക ഉല്ലാസത്തിനായി ഒരു വിനോദയാത്ര പോയതാണ്. ആ വിനോദയാത്രയാണ് ഇപ്പോൾ വലിയൊരു ദുഃഖകരമായ യാത്രയായി മാറിയത്. 5:30 മണിയോടെയാണ് നാടിനെ ഒന്നടങ്കം നടുക്കിയ ഒരു വലിയ അപകടം വാൾപ്പാറയിലെ 13-ാം വളവിൽ നിന്ന് ഉണ്ടായത്. 13-ാം ഹെയർ പിൻ വളവിൽ നിന്നുണ്ടായത് വലിയൊരു അപകടം തന്നെയാണ്. നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ കൈവരികളിൽ ഇടിച്ച് അത് താഴേക്ക് പതിക്കുകയായിരുന്നു. ഏകദേശം 400 അടിയോളം താഴ്ചയിലേക്കാണ് അത് പതിച്ചത്. ആ ഒരു ആഘാതത്തിൽ തന്നെയാണ് 10 പേരുടെ ജീവനെടുക്കാൻ കാരണവുമായത്. ബാക്കി 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായതും ഇത്തരത്തിൽ വലിയൊരു അപകടത്തിൻ്റെ കാരണം തന്നെയാണ്. ഈ 21 വയസ്സുള്ള ഒരു യുവാവാണ് ഈ വണ്ടി ഓടിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. നേരത്തെ അത്തരത്തിൽ അനുഭവ സമ്പത്ത്, അതായത് വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അനുഭവ സമ്പത്തിൻ്റെ കുറവും ഉൾപ്പെടെ ആളുകൾ കാണിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു ടെമ്പോ ട്രാവലർ ഒരു വലിയ അനുഭവ സമ്പത്തില്ലാത്ത ഒരാളാണ്. അതും ഒരു വലിയൊരു വളവിൽ, കൊടും വളവാണ്, ജാഗ്രത പാലിച്ച് പോകേണ്ട ഒരു ഭാഗത്തുകൂടി അമിത വേഗതയിലായിരിക്കണം എന്നാണ് കരുതുന്നത്. കാരണം അത്തരത്തിൽ
ആ വാഹനത്തിന് ബ്രേക്ക് ചവിട്ടിയിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വാഹനം കൈവരി ഇടിച്ച് തകർത്ത് താഴേക്ക് പതിക്കുകയായിരുന്നു. അത്തരത്തിൽ വലിയൊരു അപകടമാണ് സംഭവിച്ചത്. എന്തായാലും ആ അപകടത്തിൽ വളരെ സന്തോഷത്തോടെ വന്നിരുന്ന ഈ പൊള്ളാച്ചിയിലെ മങ്കി വാട്ടർഫോൾസും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നിരുന്ന ആളുകളാണ് ഇപ്പോൾ ജീവനറ്റ് ഇവിടെ പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ കിടക്കുന്നത്. അനൂപ്, വലിയ സങ്കടകരമായ, വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. സങ്കടകരം എന്ന് പറയുന്നതിനും അപ്പുറമാണ് ആ ദൃശ്യങ്ങളിലൂടെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. കണ്ണീരുണങ്ങുന്നില്ല, കണ്ണീര് അവസാനിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.